10 ദിവസത്തെ ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ. വെടിനിർത്തലുമായി സഹകരിക്കുമെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചു. ആദ്യ മണിക്കൂറുകളിൽ ലെബനനിൽ ഇസ്രയേൽ ആക്രമണമുണ്ടായി. അതേസമയം യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ഇറാനുമായി ഉടൻ കരാറിലെത്താൻ കഴിയുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. രണ്ടാം ഘട്ട സമാധാന ചർച്ച ഈ ആഴ്ച തന്നെ നടന്നേക്കുമെന്നാണ് സൂചന. ആതിര ജെയിൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആതിര, ഗുഡ് മോർണിംഗ്. ലോകസമാധാനത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് താനെന്ന് വീണ്ടും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇടയ്ക്കിടെ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ നടത്തുന്നുണ്ട്. എല്ലാം അവസാനിക്കാൻ പോകുന്നു, യുദ്ധമൊക്കെ അവസാനിക്കാൻ പോകുന്നു, ലോകം വീണ്ടും സമാധാനത്തിലേക്ക് തിരിച്ചെത്താൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കും. പക്ഷേ വീണ്ടും പരസ്പരം ഏറ്റുമുട്ടുന്ന ഇറാനെയും അമേരിക്കയും ഡൊണാൾഡ് ട്രംപിനെയും മാർപ്പാപ്പയ്ക്കെതിരെ പോലും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഡൊണാൾഡ് ട്രംപിനെയൊക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സ് എന്താണ്? ഇനി രണ്ടാം ഘട്ട ഒരു സമാധാന ചർച്ചയിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കാം. കീർത്തന, ഷിഹാസ്, ഗുഡ് മോർണിംഗ്. ട്രംപിന്റെ അവകാശവാദം ഇറാനുമായി ധാരണയിലെത്തിയെന്നാണ്. ഇപ്പോൾ 10 ദിവസത്തെ ഒരു വെടിനിർത്തൽ ലെബനനും ഇസ്രായേലും തമ്മിൽ വന്നു കഴിഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും ഇന്നലെ ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു. 9 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് താൻ 10ാമത്തെ യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്ന അവകാശവാദത്തോടുകൂടിയാണ് വെടിനിർത്തൽ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നത് ഇറാനുമായി ഒരു ധാരണയിലെത്തി, സമ്പുഷ്ടീകരിച്ച് യുറേനിയം കൈമാറുന്നതിനുൾപ്പെടെ ഇറാൻ സമ്മതിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു കരാറിന് ധാരണയായി എന്നാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ വെടിനിർത്തൽ കരാറിന്റെ കാലാവധി ബാക്കിയുള്ളത്. അതിനകം തന്നെ ധാരണയിലെത്തുമെന്നും ഈ വാരാന്ത്യത്തിൽ തന്നെ ഒരു ചർച്ച, രണ്ടാം ഘട്ട സമാധാന ചർച്ച നടക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറും എന്നുള്ളതുൾപ്പെടെയുള്ള അവകാശവാദങ്ങളോട് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും ലെബനനിലെ വെടിനിർത്തൽ, ഇറാൻ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ലെബനനിൽ വെടിനിർത്തൽ ഉണ്ടായത് രണ്ടാം ഘട്ട ചർച്ച ഉടൻ നടക്കുമെന്നതിന്റെ ഒരു സൂചനയായി തന്നെ കാണേണ്ടതുണ്ട്. സമാധാന ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ വളരെ വേഗം തന്നെ മേഖലയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ വെടിനിർത്തലിനെ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ലെബനനിൽ വെടിനിർത്തൽ വന്നതിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇസ്രയേൽ പ്രകോപനമുണ്ടാക്കിയിരുന്നു. അതുമാത്രമല്ല, ലെബനനിൽ നിന്ന് സൈന്യം പൂർണ്ണമായും പിന്മാറുന്നില്ല, സൈന്യം തുടരുമെന്ന് തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ട്രംപിന്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെങ്കിലും ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് സമാധാന ചർച്ചകളുടെ നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഇറാൻ ഏകദേശം കരാറിൽ ധാരണയായിട്ടുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും കുറച്ചു നാളുകളായി തന്നെ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക്, യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ചർച്ചകളിലേക്ക് നീങ്ങുകയായിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ US-ന്റെ സന്ദേശവുമായി ഇറാനിലെത്തി പാകിസ്ഥാൻ സൈനിക മേധാവി ആസം മുനീർ ഉൾപ്പെടെ ചർച്ച നടത്തുകയും അടുത്ത ഒരു ചർച്ചയിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം, 1-2 ദിവസങ്ങൾക്ക് തന്നെ അടുത്ത ഒരു ചർച്ച നടക്കുമെന്നും തുടർന്ന് അതിനുള്ള ഒരു സമാധാനത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആതിരാജീനാണ് വിവരങ്ങൾ നൽകിയത്. ആതിര പറഞ്ഞ പോലെ തന്നെ ട്രംപിന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഏത് നിമിഷം അഭിപ്രായവും നിലപാടും ഒക്കെ മാറി മറിയും. പക്ഷേ രണ്ടാം ഘട്ട ഒരു സമാധാന ചർച്ച പ്രതീക്ഷയോടുകൂടി നമുക്കും കാത്തിരിക്കാം.